യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ അഭിവന്ദനായ ജോസഫ് കളത്തിപ്പറമ്പിൽ പിതാവേ, വന്യനായ ആൻ്റണി പിതാവേ, പ്രിയങ്കരായ മോൺസിഞ്ഞോർമാർ, സ്നേഹമുള്ള വൈദികരെ, പ്രിയങ്കരായ സമർപ്പിതരെ, സ്നേഹമുള്ള അൽമായ നേതാക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം നമ്മുടെ അതിരൂപത ഒരു കുടുംബമായി ചേർന്ന് ദൈവത്തിന് നന്ദി അർപ്പിച്ച് കൃതജ്ഞത ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഏകദേശം ഒരു വർഷത്തോളം നീണ്ടുനിന്ന് ജൂബിലി ആഘോഷങ്ങളുടെ പരിസമാപ്തി ഇന്ന് നാം കുറിക്കുന്നു. ഒരു വർഷം മാത്രമല്ല, 2023 മുതൽ ഈ ജൂബിലി ആഘോഷത്തിനു വേണ്ടി സാർവത്രിക സഭ ഒരുങ്ങുകയായിരുന്നു. ഭാരതത്തിലെ സഭയും പ്രാദേശിക സഭയായ നമ്മളുടെ അതിരൂപതയും വൈവിധ്യങ്ങളാർന്ന പരിപാടികളോടുകൂടെ 2023 തന്നെ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. 2023 പഠനത്തിൻ്റെ വർഷമായിട്ടാണ് സഭ നിർദ്ദേശിച്ചത്. സഭാ പ്രബോധനങ്ങൾ ആഴമായി മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനങ്ങൾ ഹൃദ്യസ്ഥമാക്കുവാനായിട്ടുള്ളൊരവസരമായി 2023 പരിണമിച്ചു. 2024 സഭ നമ്മളോട് ആവശ്യപ്പെട്ടത് പ്രാർത്ഥനയുടെ വർഷമായി ആചരിക്കാനാണ്. 2025 ജൂബിലി വർഷത്തിനൊരുക്കമായി സാർവത്രിക സഭ ആ സഭയോടൊന്നു ചേർന്ന് നമ്മുടെ അതിരൂപതയും പ്രാർത്ഥനയുടെ വർഷമായി ആചരിച്ച് ദൈവജനത്തെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുവാനുള്ള വൈവിധ്യങ്ങാർന്ന പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി. പിന്നീട് 2025 ഈ ജൂബിലി വർഷം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ നീർച്ചാല നമ്മിലേക്ക് അണപൊട്ടി ഒഴുകുന്ന തരത്തിൽ നിരവധിയായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുവാനായി നമ്മുടെ അതിരൂപതയ്ക്ക് നേതൃത്വം നൽകുന്നവർക്കും ഈ ജൂബിലിയുടെ സംഘാടന സമിതിക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വ്യക്തമായ കണക്കുകൾ ആമുഖത്തിൽ അഭിമേത പിതാവ് നമ്മളോട് സൂചിപ്പിച്ചു. 60-ലധികം ഭവനങ്ങൾ നിർമ്മിച്ചു നൽകി. വിവിധങ്ങളായ ദേവാലയങ്ങൾ ആശീർവദിച്ച് അതിൻ്റെയൊക്കെ അൾത്താരകൾ ജൂബിലി വർഷത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു. വൈവിധ്യങ്ങളാർന്ന പരിപാടികളിലൂടെ സന്യാസ സംഗമങ്ങൾ, ദമ്പതി സംഗമങ്ങൾ, വിധവകളുടെയും വയോജനരുടെയും സംഗമങ്ങളെല്ലാം നടത്തി നമ്മുടെ അതിരൂപതയെ കൂടുതൽ സജീവമാക്കുവാനായി, വിശ്വാസ ജീവിതത്തിൽ സജീവമാക്കാനായി പരിശ്രമിച്ചു. അതിനെല്ലാം ഇന്നേ ദിവസം തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസത്തിൽ നാം ഒരു കുടുംബമായി ഒന്നു ചേർന്ന് ദൈവത്തിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുക്കുടുംബം നമുക്കൊക്കെ സന്തോഷം നൽകുന്ന ഒരു കുടുംബമാണ്, മാതൃകാ കുടുംബമാണ്. ക്രിസ്മസും തിരുക്കുടുംബത്തിൻ്റെ തിരുനാളും പൂജ്യരാജാക്കന്മാരുടെ തിരുനാളും എല്ലാം നമുക്ക് സന്തോഷദായകമാണ്. പക്ഷെ തിരുക്കുടുംബം പ്രശ്നങ്ങളുടെ കുടുംബമാണ്, പ്രതിസന്ധികളുടെ കുടുംബമാണ്. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷത്തിൽ പോലും സ്വന്തം നാട് ഉപേക്ഷിച്ച് അന്യദേശത്തേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു കുടുംബത്തിൻ്റെ സങ്കടകരമായ കഥയാണ് നാം ഇന്ന് വായിച്ചു കേട്ടത്. മകൻ ജനിച്ചപ്പോൾ ജോലി നഷ്ടപ്പെട്ടു, വീടും കുടുംബവും നഷ്ടപ്പെട്ട ഒരു കുടുംബനാഥൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്തിനായ ഗർഭിണിയായി രക്ഷകനെ ജന്മം നൽകാൻ കാത്തിരിക്കുമ്പോൾ പരിശുദ്ധി അമ്മ നേരിടുന്നത് വിമർശനങ്ങളാണ്, ആരോപണങ്ങളാണ്, അടിസ്ഥാനരഹിതങ്ങളായ ആരോപണങ്ങളാണ്. ജനിക്കുവാനായിട്ട് ഉണ്ണീശോയ്ക്കൊരു സ്ഥലം ലഭിച്ചില്ല, പുൽത്തൊഴുത്തിലാണ് ജനിച്ചു വീണത്.
പ്രശ്നങ്ങളുടെ നടുക്കും ഈ കുടുംബം സമാധാനമുള്ളതായിരുന്നു. പ്രതിസന്ധികളുടെ നടുക്കും ഈ കുടുംബത്തിൽ ആനന്ദമുണ്ടായിരുന്നു. ആ ആനന്ദവും സന്തോഷവുമാണ് നമുക്ക് പകർന്നു നൽകിയത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൻ്റെ ഭാഗമാണ്. വൈവിധ്യങ്ങളാർന്ന കുടുംബ പ്രശ്നങ്ങൾ നാം നേരിടുന്നുണ്ടാകാം. ആരോഗ്യ പ്രശ്നങ്ങൾ, കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ. പക്ഷെ ഇവയൊക്കെ നടുവിലും ഈശോയെ നാം കണ്ടെത്തുകയാണെങ്കിൽ വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ഉത്തരവാദിത്തം നിർവഹിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഉണ്ണീശോയെ സംരക്ഷിക്കുവാൻ സ്വന്തം ജോലിയും കുടുംബവും നാട്ടുകാരെയും വിട്ടുപേക്ഷിച്ച് ഓടിപ്പോകുന്ന ഒരു ഔസേപ്പിതാവിൻ്റെ ഉത്തരവാദിത്തം നമുക്കൊക്കെയുണ്ട്. അത് നമ്മുടെ കടമയാണ്, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നൊഴിഞ്ഞു മാറി നിൽക്കാൻ നമുക്ക് ആർക്കും തന്നെ സാധിക്കില്ല. ജൂബിലിയെ സമാപിക്കുമ്പോൾ ഇതൊരു സമാപനമല്ല, ഇതൊരു തുടക്കമാണ്. പുതിയൊരു പാതയിലൂടെ സഞ്ചരിക്കുവാനുള്ള ഒരു തുടക്കം. യേശുവിനെ കണ്ടുമുട്ടിയവരാരും തങ്ങളുടെ പഴയ പാതകളിലൂടെ ചരിച്ചിട്ടില്ല. യേശുവിനെ അനുഭവിക്കുന്ന ഈ ഔസേപ്പിതാവ് പോലും പുതിയ ജീവിതശൈലിയിലേക്കാണ് മാർഗം. യേശുവിനെ കണ്ടുമുട്ടിയ പൂജ്യരാജാക്കന്മാർ തിരിച്ചു പോകുന്നത് വന്ന വഴിയല്ല, പുതിയൊരു പാത വെട്ടി തുറന്നുകൊണ്ടാണ്. ജൂബിലി ആഘോഷത്തിൻ്റെ വർഷത്തിൽ നിരവധി പരിപാടികൾ നടത്തി അതിന് ഇന്ന് നാം സമാപനം കുറിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും യേശുവിനെ കണ്ടുമുട്ടിയിട്ടുണ്ട് എങ്കിൽ പുതിയ പാതകളിലൂടെ ചരിക്കും. ആ പുതിയ പാതകളിലൂടെ ചരിക്കാൻ കഴിയണമെങ്കിൽ യേശു ഹൃദയത്തിലുണ്ടാകണം, ഈശോ ഹൃദയത്തിലുണ്ടാകണം. നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഈശോ ഇല്ല എങ്കിൽ നമ്മൾ ആരുമൊന്നുമല്ല. ഈശോ ഹൃദയത്തിലുണ്ട് എങ്കിൽ സ്വപ്നങ്ങളുണ്ടാകും, പദ്ധതികളുണ്ടാകും, പുതിയ വഴികളിലൂടെ സഞ്ചരിക്കും, റിസ്കുകൾ വിശുദ്ധ പത്രോസിനെ പോലെ എടുത്തു ചാടും, ദൈവജന സമൂഹത്തെ പുതിയൊരു പാതയിലേക്ക് നയിക്കും. നാമൊക്കെ പരമ്പരാഗതമായ അച്ചപാലന ശുശ്രൂഷകൾ നിർവഹിച്ച് ദൈവജനത്തെ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടുത്തുവാൻ പരിശ്രമിക്കുന്നവരാണ്. ഇതാണ് ഭാരതസഭയുടെ വലിയൊരു വെല്ലുവിളിയും. കുദാശ പരികർമ്മങ്ങളിൽ, തിരുനാളുകളിൽ, നിർമ്മാണങ്ങളിൽ വിദ്യാഭ്യാസം പകർന്നു നൽകിക്കൊണ്ട് ഒത്തിരിയേറെ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ എവിടെയോ എങ്ങോ ഈശോയെ കണ്ടുമുട്ടുവാനും ഈശോയെ പകർന്നു നൽകുവാനും ഭാരതസഭ മറന്നുപോയിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിനുള്ള തിരിച്ചുള്ള ശ്രമത്തിലാണ്. കഴിഞ്ഞ 5 വർഷത്തോളമായി ഇങ്ങനെ പരികർമ്മ കുദാശകളിലും തിരുനാളുകളിലും മുടക്കിക്കിടക്കുന്ന ഒരു സഭയെ ഈശോയെ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു സഭയായി, ഒരു മിഷനറി സഭയായി മാറ്റിയെടുക്കേണ്ട വലിയൊരു ദൗത്യത്തിലാണ് ഭാരതസഭയ്ക്ക് നേതൃത്വം നൽകുന്നവർ. അതിനുള്ള ഒരു അജപാലന പദ്ധതി 2024 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ദ പാസ്റ്ററൽ പ്ലാൻ എന്നാണ് വിളിക്കുക. സ്ട്രാറ്റജിക് പ്ലാൻ എന്ന് കോർപ്പറേറ്റ് കമ്പനികൾ അതിനെ വിളിക്കും. സഭയെ ഒരു പുതിയ ദിശയിലേക്ക് മാറ്റാൻ. ശിവാനി എന്ന പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുന്ന ഒരു യാത്രക്കിടയിലാണ്. ശിവാനി ഒരു ഹൈന്ദവ കുട്ടിയാണ്. ബാംഗ്ലൂരിലെ സെയിൻറ്റ് ജോസഫ് കോളേജിൽ വന്നത് എക്കണോമിക്സിൽ ബിരുദം നേടുവാനായിട്ടാണ്. അപ്പോഴാണ് അവിടെയുള്ള കത്തോലിക്ക കുട്ടികൾ എല്ലാ ആഴ്ചയിലും ഒരു പ്രത്യേക പ്രെയർ ഗ്രൂപ്പിൽ പോകും. കത്തോലിക്ക കുട്ടികളെല്ലാം 12 പേരടങ്ങുന്ന ചെറിയ ഗ്രൂപ്പാക്കി അവർക്കൊരു ആനിമേറ്ററെ നിശ്ചയിച്ച് നൽകിയിരിക്കുകയാണ് അവിടെയുള്ള ഈശോസഭ വൈദികർ. അങ്ങനെ കൂട്ടുകാരുടെ ഒപ്പം ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ ചെന്നപ്പെട്ടതാണ് ശിവാനി. പിന്നീട് ശിവാനി ഈശോയെ കണ്ടു, ഈശോയെ കണ്ടുമുട്ടി. നാഗപ്പൂരിൽ തൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയ അച്ഛനെയും അമ്മയെയും അനുജനെയും അമ്മൂമ്മയെയും ഈശോ അനുഭവമുള്ളവരാക്കി മാറ്റി. പിന്നീട് അവൾ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് എക്കണോമിക്സിൽ ബിരുദാനന്തര ബിരുദം നേടി. ഇപ്പോൾ ഭാരതത്തിലെ മെഘാലയ എന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഗസറ്റഡ് ഓഫീസറായി സാമ്പത്തിക കാര്യ വിദഗ്ധയായി ശുശ്രൂഷ ചെയ്യുന്നു. ശിവാനിയുടെ കഥയല്ല എനിക്ക് പറയുവാനുള്ളത്.
ആ കലാലയത്തിൽ 12 പേരടങ്ങുന്ന ഒരു ചെറിയ പ്രെയർ ഗ്രൂപ്പിന് തുടക്കമിട്ട ആ വൈദികൻ്റെ പുതിയ പാതയെക്കുറിച്ചാണ് പറയുവാനുള്ളത്. ഈ ഒരു പുതിയ പാത തുറക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുണ്ട്. ഇടവകളുടെ അജപാലനത്തിൻ്റെയൊക്കെ പുറത്തേക്ക് ചിന്തിക്കാൻ, കലാലയങ്ങളുടെ പുറത്തേക്ക് ചിന്തിക്കാൻ, ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളുടെ പുറത്തേക്ക് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ നമുക്ക് തിരക്കുള്ളവരാണ്. ഞായറാഴ്ചകളിൽ ഭക്ഷണം പോലും കഴിക്കാതെ ശുശ്രൂഷ ചെയ്യുന്നവരാണ് നമ്മളുടെ വൈദികരിൽ പലരും. നമ്മളുടെയൊക്കെ ഈ തിരക്കുകളൊക്കെ എത്രമാത്രം ഈശോ അനുഭവം നമ്മുടെ ജനത്തിന് പകർന്നു നൽകുന്നു എന്ന് ചിന്തിക്കുവാനുള്ള വലിയൊരു അവസരമാണ് ഈ ജൂബിലിയുടെ സമാപ്തി. ഈശോയെ പകർന്നു നൽകാനായിട്ട് പുതിയ വഴികളിലൂടെ പോകാനായിട്ട് നമുക്ക് സാധിക്കും. അത് വെല്ലുവിളി നിറഞ്ഞതാണ്. പള്ളുരുത്തിയിലെ സ്കൂളിൻ്റെയും ഈ ക്രിസ്മസ് കാലത്ത് 30ഓളം കേന്ദ്രങ്ങളിൽ ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ടതിൻ്റെയും പശ്ചാത്തലം നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ പശ്ചാത്തലത്തിൽ തന്നെ നിന്നു വേണം, ആ ഒരു രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലത്തിൽ നിന്നു വേണം പുതിയ വഴികളിലൂടെ പോയി ഈശോയെ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും മറ്റുള്ളവർക്കും പകർന്നു നൽകാൻ സാധിക്കും. ഈ അടുത്തിടയ്ക്ക് ഒരു പെൺകുട്ടി ക്രിക്കറ്റ് കളിച്ച് വിജയം നേടിയപ്പോൾ അവളുടെ ഒരു കമൻട്രി വന്നു, കർത്താവാണ് എന്നോടൊപ്പം കളിച്ചത്, കർത്താവ് എന്നോട് യുദ്ധം ചെയ്തു, കർത്താവാണ് വിജയിച്ചതെന്ന്. ഈ കമൻട്രി വന്നപ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ ഒരു വൈദികർ ഇത് ഞാൻ കാണിച്ചപ്പോൾ ആ വൈദികൻ എന്നോട് പറഞ്ഞു, തീർച്ചയായും ഇതൊരു കത്തോലിക്ക പെൺകുട്ടിയല്ല. ഞാൻ പറഞ്ഞു, അച്ഛൻ എന്താ അങ്ങനെ പറയുന്നത്? പേര് പറയുന്നത് ജമീമ റോഡ്രിഗസ്. ഇത് വെസ്റ്റ് കോസ്റ്റിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. ഒന്നില്ലായിൽ നിന്ന് മംഗലാപുരത്ത് നിന്നോ ഗോവയിൽ നിന്നോ ബോംബെയിൽ നിന്നുള്ള പെൺകുട്ടി. അതാണ് പേര് സൂചിപ്പിക്കുന്നത്, കത്തോലിക്ക കുടുംബത്തിലുള്ളതാണ്. പിന്നീട് പലരും തിരഞ്ഞു, കത്തോലിക്കയായിരുന്നു, പക്ഷെ ഇപ്പോൾ കത്തോലിക്കയല്ല. എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു അനുമാനം? കർത്താവാണ് എന്നോടൊപ്പം യുദ്ധം ചെയ്യുന്നത്, കർത്താവിനോടൊപ്പമാണ് ഞാൻ ജീവിക്കുന്നത് എന്ന് പറയാൻ നമുക്കെന്തുകൊണ്ട് സാധിക്കുന്നില്ല? വിശ്വാസ പരിശീലനങ്ങൾ നമ്മൾ നടത്തുന്നില്ലേ? വൈവിധ്യങ്ങളാർന്ന കമ്മീഷനുകളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ലേ? കലാലയങ്ങളും സ്കൂളുകളും നടത്തുന്നില്ലേ? എവിടെയാണ് നമുക്ക് ദിശ മാറിപ്പോയിരിക്കുന്നത്? ആരാണ് മുന്നോട്ടൊരു ചുവട് വയ്ക്കേണ്ടത്? ഈശോ എൻ്റെ ഹൃദയത്തിലുണ്ട് എങ്കിൽ എനിക്ക് സ്വപ്നങ്ങളുണ്ടാകും, എനിക്ക് പുതിയ പദ്ധതികളുണ്ടാകും. ജൂബിലി അവസാനിക്കുമ്പോൾ ഒരു പുതിയ തുടക്കത്തിന് പൂജ്യരാജാക്കന്മാരെ പോലെ പുതിയ ദിശയിലേക്ക് നടക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരു കുടുംബമായിട്ടാണ് നമ്മൾ ഇന്ന് ദൈവത്തിന് നന്ദി പറയുക. 60ലധികം വീടുകൾ നിർമ്മിച്ചു നൽകി മറ്റുള്ളവരെ സഹായിക്കാനായി നാം മുൻകൈയെടുത്തു. ഈ പങ്കുവെക്കലിൻ്റെ നവചൈതന്യം ആഴപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കണം. ഒരിക്കൽ 2 വർഷങ്ങൾക്ക് മുൻപ് ഒഡീഷയിലെ ഫുൽബാനി ജില്ലയിലുള്ള കാണ്ടമാൽ മരനിരകളിലുള്ള റൈക്ക് എന്ന പാരിഷിൽ കുർബാനയ്ക്ക് മെത്രാപ്പൊലീത്തയോടൊപ്പം ഖട്ടാക് പൂനേശ്വർ അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത ജോൺ ബർവയോടൊപ്പം സഹകാർമ്മികനായി കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ കുയ് ഭാഷയിലാണ്, ഒഡീഷയിൽ ഒഡിയ ആണ് ഭാഷയെന്ന് നമുക്കറിയാം, കുയ് ഭാഷയിലാണ് ഇവർ ആരാധനക്രമം നടത്തുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഇവരുടെ വിശ്വാസവും വിശ്വാസത്തിലുള്ള സജീവമുള്ള ദിവ്യബലിയുള്ള പങ്കാളിത്തവും എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നുണ്ട്. ദിവ്യബലി കഴിഞ്ഞപ്പോഴാണ് വികാരിയച്ഛൻ വന്ന് അനൗൺസ് ചെയ്തത്, ഇന്ന് ഭാരതസഭയിൽ നിന്നൊരു വൈദികനുള്ളത് കൊണ്ട് നമ്മളുടെ മിഷൻ സൺഡേയുടെ കളക്ഷൻ നമുക്ക് ഇന്ന് ഈ അച്ഛനെ ഏൽപ്പിക്കാം. അച്ഛൻ തുക അനൗൺസ് ചെയ്തു, 7 ലക്ഷം രൂപ. എൻ്റെ അടുത്തിരിക്കുന്ന മെത്രാപ്പൊലീത്തയോട് ഞാൻ ചോദിച്ചു, വികാരിയച്ഛന് തെറ്റുപറ്റിയോ? 7 ലക്ഷം രൂപ തന്നെയാണോ? മെത്രാപ്പൊലീത്ത വികാരിയച്ഛനെ വിളിച്ചു. വികാരിയച്ഛൻ കൺഫേം ചെയ്തു, 7 ലക്ഷം. പാവപ്പെട്ട ഗോത്രവർഗക്കാർ ജീവിക്കുന്ന മലനിരകൾ ഫുൽബാനി ജില്ലയിലൂടെ യാത്ര ചെയ്താൽ കാണാൻ സാധിക്കും. അവിടെയുള്ള വീടുകളെല്ലാം വൈക്കോല് കൊണ്ട് മേഞ്ഞതും മുള കൊണ്ട് മറച്ചതുമായ വീടുകളാണ്. അവിടെ അവരുടെ ജോലി അഗ്രികൾച്ചർ, കാർഷിക വേലയാണ്. ഒരു ദിവസം പണിയെടുത്ത 150 രൂപ. വർഷത്തിൽ എല്ലാ ദിവസവും പണിയില്ല. ആ ഇടവകയ്ക്ക് 42 ഫോറസ്റ്റ് സബ്സ്റ്റേഷനുണ്ട്. കാടുകൾക്കുള്ളിലുള്ള ദേവാലയങ്ങൾ, ദൈവജന സമൂഹം, ദേവാലയമില്ല, വീടിൻ്റെ മുറ്റത്ത് കുർബാന അർപ്പിക്കും.
അത്തരത്തിലുള്ളൊരു ജനമാണ് മിഷൻ സൺഡേക്ക് 7 ലക്ഷം രൂപ കളക്ട് ചെയ്തത്. നമ്മുടെ ബാംഗ്ലൂരിലെയോ ബോംബെയിലെയോ വളരെ സമ്പന്നമായ ഇടവുകൾ പോലും കളക്ട് ചെയ്യുവാൻ സ്വരൂപിക്കാൻ സാധിക്കാത്തത് വലിയ തുക. ഇത് എൻ്റെ കൈകൾ തരുമ്പോൾ എൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വീഴുകയായിരുന്നു. വിധവയുടെ ചില്ലിക്കാശ് പോലെ. ഞാൻ അച്ഛനോട് ചോദിച്ചത് എങ്ങനെ സാധിക്കുന്നു? എല്ലാ ദിവസവും അവർ എന്തെങ്കിലും ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. എല്ലാ ദിവസവും എന്തെങ്കിലും അവർ സഭയ്ക്ക് വേണ്ടി മാറ്റിവെക്കും. അത് വർഷത്തിൽ ഒരുമിച്ച് കൂട്ടി മിഷൻ സൺഡേയുടെ അന്ന് കൊണ്ടുതരും. ഇതൊരു ജീവിത ശൈലിയാണ്. ചില ഗോത്രവർഗങ്ങൾക്കിടയിലുള്ള ജീവിത ശൈലിയാണ്. ഇതൊരു വ്യക്തമായ അവബോധമാണ്. എൻ്റെ കുടുംബം, എൻ്റെ സഭ, ഈ ഒരു അവബോധത്തിലേക്ക് നമ്മുടെ ജനത്തെ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം പുതിയ പാത വെട്ടിത്തുറക്കലാണ്. ഞായറാഴ്ചകളിൽ സംഭാവനകൾക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നതല്ല ഇത്. ദൈവജനത്തെ പുതിയൊരു ജീവിത ശൈലിയിലേക്ക് കൊണ്ടുപോകുന്ന നവ്യമായൊരു പാതയാണിത്. ഈ പങ്കുവെക്കൽ എന്ന് പറയുമ്പോൾ അത് സമ്പത്തിൻ്റെ പങ്കുവെക്കൽ മാത്രമല്ല. കാശ്മീരിൽ നമുക്കൊരു രൂപതയുണ്ട്, ജമ്മു കാശ്മീർ. അവിടെ പോയപ്പോൾ അവിടുത്തെ മെത്രാൻ ഐവൻ പിതാവ് എന്നെ അച്ഛന്മാരെ അടക്കിയിരിക്കുന്ന സിമിട്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു വലിയ കല്ലറ നന്നായിട്ട് അലങ്കരിച്ചൊക്കെ വെച്ചിരിക്കുന്നു. ഞാൻ ചോദിച്ചത് എന്താ ഈ അച്ഛൻ്റെ പ്രത്യേകത? ഞങ്ങളുടെ രൂപതയിലെ ആദ്യത്തെ തദ്ദേശീയ മിഷണറി വൈദികനാണ്. തദ്ദേശ മിഷണറി വൈദികനാണ്. ഭാരതസഭയുടെ മിഷൻ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, കാശ്മീർ മേഖല ഭാരത സ്വാതന്ത്ര്യമാകുന്നതിന് മുമ്പ് ബ്രിട്ടനിൽ നിന്നും അയർലൻഡിൽ നിന്നും വന്ന മിൽ ഹെയിൽസ് മിഷണറിമാരാണ് സുവിശേഷ പ്രഘോഷണം നടത്തിയത്. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മുടെ അതിരൂപതയിൽ നിന്ന് ഒരു കൊച്ച് ഉത്തരേന്ത്യയിലേക്ക് ട്രെയിൻ കയറുന്നുണ്ട് മിഷണറി വൈദികനാകാൻ. അദ്ദേഹമാണ് തോമസ് അച്ഛൻ. അപ്പോൾ പിതാവ് പറഞ്ഞു, ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് രൂപതയിൽ കൊണ്ടുവന്ന് ആദരിക്കണമെന്നുണ്ട്. ഞാൻ കുറേ അന്വേഷിച്ചു. മോൺസിഞ്ഞൂർ അംബ്രോസ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം. മോൺസിഞ്ഞൂർ അംബ്രോസും ഞാനും കൂടി കുറേ അന്വേഷിച്ചു. പോണയുടെ കുരിശുപള്ളിയായിരുന്ന എളമക്കരയിലാണ് അവരോട് താമസിച്ചതെന്നും അവിടെയുള്ളവരോട് ചോദിച്ചിട്ട് അവർക്കറിയില്ല. പൊറ്റക്കുഴിയിൽ കണ്ടെത്തിയപ്പോൾ അവിടെയുള്ളൊരു കാർന്നോർ പറഞ്ഞു, എൻ്റെ അപ്പൂപ്പൻ്റെ സഹോദരൻ ഇങ്ങനെയൊരു മിഷണറി വൈദികനാണ്. ഇന്നത്തെ തലമുറയ്ക്ക് അറിയില്ലായിരിക്കും, പക്ഷെ ഇതൊരു പങ്കുവയ്ക്കലാണ്. ഇതൊരു പങ്കുവയ്ക്കലാണ്. ഈ ഡിസംബർ മാസം 7-ാം തീയതി കത്തർക്കടവിൽ ദേവാലയത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുനാൾ ദിവ്യബലി അർപ്പിച്ച് അൾത്താരയിൽ സങ്കീർത്തിയിലേക്ക് എത്തിയപ്പോൾ 20-ലധികമാണ് അൾത്താര ശുശ്രൂഷകർ എന്ന ദിവ്യബലിക്ക് സഹായിക്കാനുണ്ടായത്. അവർ മുട്ടുകുത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അതിനുശേഷം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എത്ര പേർക്ക് വൈദികരാകണം? 11 പേരോളം വൈദികരാകണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര പേർക്ക് ഭാരതത്തിലെ ഗ്രാമങ്ങളിൽ പോയി മിഷണറി വൈദികരാകണം? 3 പേര് കൈപൊക്കി. ആ 3 പേര് നമ്മുടെ അതിരൂപതയുടെ പങ്കുവെക്കലിൻ്റെ പ്രതീകമാണ്. ഈ പ്രതീകങ്ങളെ അക്കമ്പനി ചെയ്യാൻ, അനുധാവനം ചെയ്യാൻ സാധിക്കുമ്പോഴാണ് നമ്മളൊരു പുതിയ പാത വെട്ടി തുറക്കുന്നത്. പങ്കുവയ്ക്കലിൻ്റെ വലിയൊരു പുതിയ പാത വെട്ടി തുറക്കുന്നത്. ഇതെല്ലാവർക്കുമാകാം. നിങ്ങൾ കമ്മ്യൂണിയോ എന്നത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഭാരതസഭയുടെ ഒരു മിഷൻ ഇനീഷ്യേറ്റീവാണ്. 2016 ഇതിനെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുമ്പോൾ ഇന്ന് ഏകദേശം വർഷത്തിൽ 5-6 കോടി രൂപ കളക്ട് ചെയ്യുകയും 200-ലധികം പ്രോജക്റ്റുകൾ കംപ്ലീറ്റ് ചെയ്യുകയും 60 പ്രോജക്റ്റുകൾ ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു മിഷൻ പ്രവർത്തനമാണ് കമ്മ്യൂണിയം. 2016 ഇതിൻ്റെ തുടക്കങ്ങൾ കുറിക്കുമ്പോൾ ഇതിൻ്റെ ആദ്യമായിട്ട് ഇതിൻ്റെ സംഭാവന ചെയ്തത് അന്ന് എന്നോടൊപ്പം സേവനം ചെയ്ത 16 വൈദികരാണ്. ഇന്ന് 34 പേരുണ്ട്. നമ്മുടെ രൂപതയിൽ നിന്നുള്ള ജെയ്സൺ വടശ്ശേരി അടക്കം 34 വൈദികർ എന്നോടൊപ്പം CCBIയിൽ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. അന്ന് ഈ കമ്മ്യൂണിയയ്ക്ക് വേണ്ടി ആദ്യമായിട്ട് നൽകിയത് ഈ 16 വൈദികർ നൽകിയ 10,000 രൂപ, 1,60,60,000 രൂപ.
ഞാനീ പറയുന്നത് പങ്കുവയ്ക്കൽ അൽമായർക്ക് മാത്രമുള്ളതല്ല, സമർപ്പിതർക്കും പുരോഹിതർക്കും കൂടി ഉള്ളതാണ് ഈ പങ്കുവയ്ക്കൽ. അതൊരു നവ്യമായൊരു പാതയാണ്, അതൊരു ജീവിത ശൈലിയാണ്. ആ ഒരു ജീവിത ശൈലിയുടെ പാത വെട്ടിത്തുറക്കാൻ സാധിക്കണമെങ്കിൽ ഈശോയെ കണ്ടുമുട്ടണം. ഒത്തിരിയേറെ പരിപാടികൾ നടത്തി. ജൂബിലി വർഷം ഉണർവിൻ്റെ വർഷമായി നമുക്ക് മാറി. അഭിമാനിക്കാനായി 60-ലധികം വീടുകൾ പണിത് നൽകി. ദേവാലയങ്ങൾ വെഞ്ചരിക്കപ്പെട്ടു. വിവിധങ്ങളായ സംഗമങ്ങൾ നടത്തി. അതിനെയെല്ലാം പരിസമാപ്തി കുറിച്ചുകൊണ്ട് നമ്മൾ തിരുക്കുടുംബത്തിൻ്റെ തിരുനാൾ ദിനത്തിൽ അതിരൂപത ഒരു കുടുംബമായി ദൈവത്തിന് നന്ദി അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, ഈശോയെ എനിക്ക് കണ്ടുമുട്ടാൻ കഴിഞ്ഞു. ഈ ശിവാനി എന്ന പെൺകുട്ടി എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അച്ഛൻ എത്ര പ്രാവശ്യം ഈശോയെ കണ്ടുമുട്ടിയിട്ടുണ്ട്? എനിക്കതിന് ഇപ്പോഴും ഉത്തരമില്ല. എല്ലാ ദിവസവും ദിവ്യബലി അർപ്പിക്കുന്ന എനിക്കതിന് ഇപ്പോഴും ഉത്തരമില്ല. എത്ര പ്രാവശ്യം എന്ന പ്ലൂറൽ, എത്ര പ്രാവശ്യം? ഈശോയെ നമ്മൾ കണ്ടുമുട്ടുന്നവരാകണം. മറ്റുള്ളവർക്ക് ഈശോയെ പകർന്നു കൊടുക്കുന്നവരാകണം. പുതിയ വഴികളിലൂടെ സഞ്ചരിക്കുന്നവരാകണം. പൈതൃകവും പാരമ്പര്യമുള്ള ഈ അതിരൂപതയ്ക്ക് നമ്മൾ ഇപ്പോൾ അൽമായ നേതൃത്വമാകുമ്പോൾ, സമർപ്പിത നേതൃത്വമാകുമ്പോൾ, വൈദിക നേതൃത്വമാകുമ്പോൾ നമ്മൾ അതിരൂപത നേതൃത്വത്തിലേക്കല്ല നോക്കേണ്ടത്, നമ്മളിലേക്കാണ് നോക്കേണ്ടത്. ഒരു പടി മുന്നോട്ട് വയ്ക്കാൻ എനിക്ക് കടമയുണ്ട്. ആ ഒരു ധീരമായ ഒരു പടി മുന്നോട്ട് വയ്ക്കുവാനുള്ള ചുവടുവയ്പ്പ് നടത്താൻ നമുക്ക് സാധിക്കട്ടെ. ജൂബിലി ആഘോഷങ്ങൾ അന്വർത്ഥമാകും. അതൊരു പുതിയ തുടക്കത്തിന് നാന്ദി കുറിക്കാനിടയാക്കും. ഈശോയെ പങ്കുവയ്ക്കുന്ന ഒരു വലിയൊരു കുടുംബമായി, പ്രത്യാശയുടെ തീർത്ഥാടകരായി ഒരുമിച്ച് ഇനിയും മുന്നോട്ട് നമുക്ക് യാത്ര ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.